ഓം നമോ ഭഗവതേ വാസുദേവായ. സമീപനം ആണ് മാറേണ്ടത് എന്ന് ആചാര്യന്മാർ പറയുന്നു. ഇംഗ്ലീഷ് അക്ഷരങ്ങൾക്ക് 1, 2, 3 എന്ന വാല്യൂ നൽകി അത് പരസ്പരം കൂട്ടി നോക്കിയാൽ ആറ്റിറ്റ്യൂഡ് എന്ന വാക്കിന് 100 എന്നാണ് ഉത്തരം കിട്ടുക. അതായത് നമ്മുടെ ആറ്റിറ്റ്യൂഡ് എന്തായിരിക്കുന്നുവോ അതായിരിക്കും നമ്മുടെ അനുഭവം എന്ന് ഇത് തെളിയിക്കുന്നു. ഏത് നല്ല ഗുണങ്ങളെക്കാളും മേളിൽ നിൽക്കുന്നത് നമ്മുടെ ഈ ഒരു സമീപനമാണ്. ഏത് സാഹചര്യത്തിലും വിജയം വരിക്കാൻ നമ്മെ ഇത് സഹായിക്കുന്നു. ഒരു കഥ പറയാം. ഒരിക്കൽ ഭഗവാനെ കാണണമെന്ന ആഗ്രഹത്തോടെ ഒരാൾ വ്രതം നോക്കി. കഠിന പ്രയത്നങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു അശരീരി കേട്ടു. ഞാൻ നിന്റെ വീട് സന്ദർശിക്കുന്നതാണ്. കൂടുതലൊന്നും അറിയാതെ ഭക്തൻ വിഷമിച്ചു. ദൈവം എപ്പോഴാവും വരിക? അടുത്ത ദിവസം അവർ ഭഗവാനെ സ്വീകരിക്കാനായി തയ്യാറെടുത്തു. ആദ്യം വീട്ടിൽ ഒരു കൂട്ടുകാരൻ വന്നു. അയാൾ ദൈവമാണെന്ന് കരുതി സത്കരിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വാഹനം നിറയെ നാട്ടിലെ ബന്ധുക്കൾ വന്നു. കുറച്ചുകൂടി ഭക്ഷണം ഉണ്ടാക്കി അവരെയും സത്കരിച്ച് തിരിച്ചയച്ചു. അടുത്ത് ജനാലയ്ക്കൽ വന്നിരുന്ന കാക്കയെ കണ്ടപ്പോൾ തോന്നി, ഇത് ചിലപ്പോൾ ഈശ്വരനായിരിക്കുമോ? അങ്ങനെ കാക്കയ്ക്കും ഭക്ഷണം നൽകി. കുറച്ച് കഴിഞ്ഞ് പരസ്പരം നോക്കുമ്പോൾ ഭാര്യയ്ക്കും ഭർത്താവിനും തോന്നി, ഇതിൽ ആരാണ് ദൈവം? അദ്ദേഹം ദൈവമായിരിക്കുമോ എന്ന് ഭാര്യയ്ക്ക് തോന്നി. അങ്ങനെ അവർ പരസ്പരം ഈശ്വരനോട് പെരുമാറും പോലെ പെരുമാറി. അച്ഛനോടും അമ്മയോടും അവർ ഈശ്വരനോടെന്ന പോലെ പെരുമാറി. രാത്രിയായിട്ടും ഭഗവാൻ മാത്രം വന്നില്ല. അന്ന് സ്വപ്നത്തിൽ ഈശ്വരൻ വന്നിട്ട് പറഞ്ഞു, ഇന്ന് ഞാൻ നിൻ്റെ സുഹൃത്തിൻ്റെയും ബന്ധുക്കളുടെയും കാക്കയുടെയും ഭാര്യയുടെയും രൂപത്തിൽ നിൻ്റെ അടുത്ത് വന്നു. നീ വളരെ ബഹുമാനത്തോടെ എന്നെ സത്കരിച്ച് യാത്രയാക്കി. അതായത് നമ്മുടെ സമീപനം മാറുമ്പോൾ നമുക്ക് വളരെയധികം സന്തോഷം കിട്ടുന്നു. ഏത് സാഹചര്യത്തെയും വളരെ പോസിറ്റീവായി കാണാൻ നമുക്ക് കഴിയുന്നു എന്ന് ഈ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈയിടെ കണ്ട ഒരു മാതൃക കൂടെ പറയാം. ആ അമ്മയ്ക്ക് 2 പെൺകുട്ടികളാണുള്ളത്. 2 കുട്ടികളും കല്യാണപ്രായം കഴിഞ്ഞു നിൽക്കുന്നു. മൂത്ത കുട്ടിയുടെ കല്യാണം കഴിഞ്ഞു. വളരെയധികം കടവും ഉണ്ട്. അപ്പോഴാണ് തൻ്റെ സഹോദരൻ്റെ മകൾക്ക് ഒരു ഇഷ്ടമുണ്ടെന്ന് അമ്മ അറിയുന്നത്. ഉടൻ തന്നെ അമ്മ ബാക്കി ബന്ധുക്കളോടൊക്കെ സംസാരിച്ച് ആ കുട്ടിയുടെ വിവാഹം നടത്തിവിട്ടു. ഒരാൾ മുന്നിട്ടിറങ്ങിയപ്പോൾ എല്ലാവരും അതിന് തയ്യാറായി. ആ കുട്ടിക്കൊരു നല്ല ജീവിതം കിട്ടി. അപ്പോൾ ഒരാളിൽ വരുന്ന മാറ്റം മറ്റുള്ളവരിലേക്കും പകർത്താൻ കഴിയുന്നു എന്നതാണ്. നമ്മൾ ഒരാൾ മാറുമ്പോൾ നമ്മുടെ കൂടെ ചേരാൻ ഒരുപാട് പേർ വന്നു ചേരുന്നു എന്ന് ഈ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ നമ്മൾ ഓരോരുത്തരും നന്മയുടെ പ്രകാശമായി മാറിയാൽ അത് ഒരു വലിയ ശക്തിയായി മാറും എന്നത് ഉറപ്പാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ.